വെൽക്കം ടു ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് എന്നൊക്കെ പറയാം. ഇതാണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഗ്രാമർ എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഒരു ഒത്തിരി ടെൻഷനായിരിക്കും. ഞാൻ പറയണത്, ഞാൻ സംസാരിക്കണത് കറക്റ്റാണോ, ഞാൻ കറക്റ്റ് ഗ്രാമറാണോ യൂസ് ചെയ്യണേ, ഇങ്ങനെയുള്ള കുറേ നമുക്ക് ഡൗട്ടുകളുണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മൾ ഒരുപാട് അങ്ങ് കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചാണ് ഞാൻ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ടെൻസ് എന്ന് പറയുന്നത് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പാസ്റ്റ് ടെൻസ്, ഒന്ന് പ്രസൻറ്റ് ടെൻസ്, ഒന്ന് ഫ്യൂച്ചർ ടെൻസ്. ഇതിൽ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നടന്ന് കഴിഞ്ഞ കാര്യങ്ങളാണ് പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറയുക. പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, അതാണ് പ്രസൻറ്റ് ടെൻസ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലത്തെ കാര്യങ്ങളാണ്, അതാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ പറയുന്നത്. അപ്പം ഇതിലത്തെ പ്രസൻറ്റ് ടെൻസിലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പ്രസൻറ്റ് ടെൻസിലെ ഒരു പാർട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഓക്കെ, നമുക്കൊരു സെൻറ്റൻസ് കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പോൾ ഐ പ്ലേ ഫുട്ബോൾ. ഞാൻ ഫുട്ബോൾ കളിക്കുന്നു. ഫുട്ബോൾ ആരാണ് കളിക്കുന്നത്? ഐ. ദാറ്റ് മീൻസ് ഐ ആണ് എൻ്റെ സബ്ജക്റ്റ്. ഓക്കെ, ആരാണോ കളിക്കുന്നത് അതായിരിക്കും സബ്ജക്റ്റ് വരുന്നത്. ഇനി പ്ലേ എന്ന് പറയുന്നത് എൻ്റെ വെർബാണ്. വെർബ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആക്ഷൻ, അല്ലെങ്കിൽ ഒരു ക്രിയ എന്ന് പറയും. ഞാൻ എന്താ കളിക്കുന്നത്, അതിനുള്ളൊരു ആൻസർ കിട്ടുമല്ലോ, അതാണ് എൻ്റെ ഒബ്ജക്റ്റ്. അതായത് ഐ പ്ലേ ഫുട്ബോൾ. അപ്പോൾ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും. ഓക്കെ, ഇവിടെ ഐ യു വി ദേ കണ്ടോ, ഐ യു വി ദേ എന്ന് കൊടുത്തിരിക്കുന്നതൊക്കെ നമ്മൾ പ്ലൂരലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുള്ള കേസുകൾ. ശരിക്കും പറഞ്ഞാൽ വിയും ദേയും നമുക്കറിയാം. വി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ, ദേ എന്ന് പറഞ്ഞാൽ അവർ. അപ്പോൾ ഇത് രണ്ടും ശരിക്കും പ്ലൂരലാണ്. പക്ഷേ ഐയും യുവും സിംഗുലർ ആണെങ്കിൽ കൂടി നമ്മളതിനെ ഇംഗ്ലീഷിൽ പ്ലൂരലായിട്ട് നമ്മളതിനെ കൺസിഡർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഐയും യുവും തെറ്റിക്കരുത്, അത് എപ്പോഴും പ്ലൂരലാണ്. ഐ യു വി ദേ, ഇത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഹീ ഷീ ഇറ്റ് രാം. ഓക്കെ, ഹീ ഷീ ഇറ്റ് എന്നൊക്കെ പറയുന്നത് സിംഗുലറാണ്. അവൻ, അവൾ, അത്. ഇറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഒരു സാധനത്തിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇറ്റ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ രാം, രാം എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്. ഇപ്പോൾ ഇതെല്ലാം ആണെങ്കിലും നമ്മൾ സിംഗുലറാണെന്ന് പറയും. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസ്, അതായത് ഇപ്പം ഐ പ്ലേ, സെൻറ്റൻസ് ഫുള്ളല്ല, ജസ്റ്റ് എഴുതിയേക്കാണ്. ഐ പ്ലേ, അല്ലെങ്കിൽ ഷീ പ്ലേസ്, ഇങ്ങനെ പറയും. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി പറയാം. ദേ ഈറ്റ്. ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് പറയണ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇവിടെ ഐ എന്ന് പറയണത് എന്താ, നമ്മുടെ സബ്ജക്റ്റാണ്. ആരെക്കുറിച്ചാണോ നമ്മൾ പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് ഇവിടെ എങ്ങനെയാണ്, ഐ എന്ന് പറഞ്ഞത് പ്ലൂരലാണെന്ന് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു. അപ്പം ഐ ആണെങ്കിൽ വെർബ്, വെർബ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയാണ്, അതായത് ഒരു ആക്ഷൻ. ഇവിടെ പ്ലേ എന്ന് പറയുന്ന ഒരു ആക്ഷനാണ്, കളിക്കുകയാണ്. അപ്പം ഐ പ്ലൂരലായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വെർബിൻ്റെ ഒപ്പം എസ് ചേർക്കുന്നില്ല. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ നമുക്കൊരു റൂളുണ്ട്. അതായത് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വെർബിൻ്റെ ഒപ്പം എസ് ചേർക്കണം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഷീ പ്ലേസ്. ഇപ്പോൾ ഷീ എന്ന് പറയുന്നത് സിംഗുലറാണ്. അപ്പം നമ്മളിവിടെ നമ്മുടെ വെർബ് എന്താ, പ്ലേ തന്നെയാണ്. അപ്പോൾ ഈ വെർബിൻ്റെ ഒപ്പം നമ്മളൊരു എസ് ചേർത്തു. ഓക്കെ, ദേ ആണെങ്കിലോ, ദേ പ്ലൂരലാണ്. അപ്പോൾ നമുക്ക് ഈ വെർബിൻ്റെ ഒപ്പം എസ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദേ ഈറ്റ്. ഐ സിംഗുലർ അല്ല, പ്ലൂരലാണ്. നേരത്തെ നമ്മൾ റൂള് പഠിച്ചു, പ്ലൂരലാണ്. അപ്പം ഐ പ്ലേ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ പ്ലേ എന്ന് പറയുന്നത് എൻ്റെ വെർബാണ്. ഈ വെർബ് എന്ന് പറയുന്നത് എൻ്റെ V1 ഫോമിലാണ് കിടക്കുന്നത്. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്ലേ, അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ, പ്ലേഡ് അല്ലേ. തേർഡ് ഫോം എന്താ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതും പ്ലേഡ് തന്നെയാണ്. അപ്പോൾ ഇത് V1, ഇത് V2, ഇത് V3. അതായത് verb 1 ഫോം, verb 2 ഫോം, verb 3 ഫോം ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റിൻ്റെ ഒപ്പം V1 ഫോം ആയിരിക്കും, അതായത് പ്ലേ ആയിരിക്കും. പ്ലേഡ് ഒരിക്കലും വരില്ല. ഓക്കെ, ഇനി എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസേ പറഞ്ഞിട്ടുള്ളൂ. അതായത് പ്രസൻറ്റിൽ നടക്കുന്ന ഒരു റെഗുലർ ആക്ഷൻ, അല്ലെങ്കിൽ ഒരു ഫാക്റ്റ്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ്, ഇതെല്ലാം നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന കാര്യങ്ങളാണ്. എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ പെടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോബീസ്, ഫാക്റ്റ്, റിപ്പീറ്റഡ് ആക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഹോബീസിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എന്താ, ഹീ പ്ലേസ് ഫുട്ബോൾ. ശ്രദ്ധിച്ചോണം, ഹീയുടെ ഒപ്പം ഞാൻ പ്ലേസ് ആണ്
യൂസ് ചെയ്തത്, PLAYS, കാരണം ഹീ സിംഗുലറാണ്. അപ്പോൾ വെർബിൻ്റെ ഒപ്പം ഞാനൊരു എസ് ആഡ് ചെയ്തു. ഹീ പ്ലേസ് ഫുട്ബോൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹോബിയാണ്. അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് എനിക്ക് എന്ത് പറയാൻ പറ്റും? സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൺ റൈസസ് ഞാൻ ഒരു എസ്സും കൂടെ ചേർത്തു അല്ലേ, റൈസിൻ്റെ ഒപ്പം ഞാനൊരു എസ്സും കൂടെ ചേർത്തിട്ട് സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. കാരണം സൺ അവിടെ സിംഗുലറാണ്. അപ്പോൾ അതൊരു ഫാക്റ്റാണ് അല്ലേ, അതിനെ നമുക്ക് ആർക്കും മാറ്റാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്റ്റിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഹോബീസിൻ്റെ ഒക്കെ കേസ് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് വേണമെങ്കിൽ ഇതിൽ സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 9 AM, അതായത് എല്ലാ ദിവസവും സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണത് 9 AM അപ്പോൾ സ്കൂൾ സ്റ്റാർട്ട്സ് ഞാനൊരു എസ് ചേർത്തു കേട്ടോ, കാരണം സ്കൂൾ എന്ന് പറയുന്നത് സിംഗുലറാണ്, ദ സ്കൂളാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്കൂളിനെയാണ് അത് പറയുന്നത്. അതുകൊണ്ടാണ് ദ സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 9 AM. അതും ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ്. ഇനി നമുക്ക് ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങളൊന്ന് മനസ്സിലാലോചിക്കുക. അതായത് അവൾ സ്കൂളിൽ പോകാറുണ്ട്. ഇതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൾ സ്കൂളിൽ പോകാറുണ്ട്. അപ്പോൾ ഷീ ഗോസ് ടു സ്കൂൾ. ഓക്കെ, അതായത് ഷീ സിംഗുലർ ആയതുകൊണ്ട് ഞാൻ ഗോൻ്റെ ഒപ്പം എസ് ചേർത്തു. അപ്പോൾ ഷീ ഗോസ് ടു സ്കൂൾ. പിന്നെ ഒരു എക്സാമ്പിൾ, അവൻ പിയാനോ വായിക്കാറുണ്ട്. അപ്പം അവൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹീ പ്ലേസ് ദ പിയാനോ. നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് വായിക്കുന്ന കേസുകളൊക്കെയാണ് നമ്മൾ ദ യൂസ് ചെയ്യും. അപ്പോൾ ഹീ പ്ലേസ് ദ പിയാനോ. ഓക്കെ, അവർ ഐസ്ക്രീം കഴിക്കാറുണ്ട്. അവർ എന്ന് പറയുമ്പോൾ ദേ ഈറ്റ് ഐസ്ക്രീം. ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ ദേ ഈറ്റ്സ് എന്ന് പറഞ്ഞില്ല, ദേ ഈറ്റാണ്. കാരണം ദേ എന്ന് പറയുന്നത് പ്ലൂരലാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം വെർബിൻ്റെ ഒപ്പം, അതായത് ഈറ്റാണ് എൻ്റെ വെർബിൻ്റെ ഒപ്പം എനിക്ക് എസ് ചേർക്കേണ്ട ആവശ്യം ഇല്ല. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഡൂവും ഡസ്സുമാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് അതും ഇതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റിനെ വെച്ചിട്ടാണ് നമ്മൾ എസ് ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഹീ എന്ന് പറഞ്ഞത് സിംഗുലറാണ്. അപ്പോൾ നമ്മൾ ഡൂവിൻ്റെ ഒപ്പം ഒരു എസ് ചേർത്തു, അതായത് ES ചേർത്തു. അപ്പോൾ ഹീ ഡസ്. ഓക്കെ, ഐ എന്ന് പറയണത് IU എന്നൊക്കെ പറയണത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു പ്ലൂറലിൻ്റെ ലിസ്റ്റിൽ വരുന്ന സംഭവങ്ങളാണ്. അപ്പം ഐയുടെ ഒപ്പം നമ്മൾ ഡൂവേ ചേർക്കുള്ളൂ, എസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ യു ഡു നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഐ ഡു, യു ഡു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒപ്പമൊക്കെ നമ്മൾ എസ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് രണ്ടും നമ്മുടെ പ്ലൂറലിൻ്റെ കൂടെ വരുന്ന ആൾക്കാരാണ്. ഇനി രാജു ആൻഡ് രാധ ഡു അല്ലേ. നമ്മൾ ഒരിക്കലും രാജു ആൻഡ് രാധ ഡസ് എന്ന് പറയില്ല, കാരണം രാജു ആൻഡ് രാധ, രാജുവും രാധയും അപ്പോൾ പ്ലൂറലായി, ഒന്നിൽ കൂടുതൽ ആൾക്കാരായി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം എസ് ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മളതിനെ ഡു എന്നാണ് കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ സെൻറ്റൻസുകൾ നോക്കാം. അതായത് നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് വെച്ചിട്ടായിരിക്കും സെൻറ്റൻസ് തുടങ്ങുന്നത്. ഓക്കെ, എന്നിട്ട് എന്തുണ്ടാവും? ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. കണ്ടോ, ഇപ്പോൾ ഡു അല്ലെങ്കിൽ ഡസ് വെച്ചിട്ടാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, ഡസ് ഷീ ലൈക്ക് മ്യൂസിക്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്നത്. ഡസ് എന്ന് പറയണത് എന്താ? അതായത് ഡു അല്ലെങ്കിൽ ഡസ് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡസ്, പിന്നെ ഇവിടെ ആരാ വന്നേക്കുന്നത്? ഒരു സബ്ജക്റ്റ് വന്നു. ആർക്കാണ് മ്യൂസിക് ഇഷ്ടം അതാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഡസ് ഷീ, ഇപ്പോൾ ഷീ ഈസ് ദി സബ്ജക്റ്റ് ഹിയർ. പിന്നെന്താ വന്നേക്കുന്നത് ഇവിടെ? ഇതൊരു വെർബാണ്, അതായത് ലൈക്ക് എന്ന് പറഞ്ഞ ഇവിടുത്തെ വെർബാണ്. പിന്നെ ഇവിടെ വന്നേക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതായത് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോം എന്ന് പറഞ്ഞാൽ ഡു അല്ലെങ്കിൽ ഡസ്. അതിൻ്റെ ഒപ്പം നമുക്ക് എന്തുണ്ടാവും? ഒരു ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഒപ്പം ഒരു വെർബ് ഉണ്ടാവും, പിന്നെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഡു അല്ലെങ്കിൽ ഡസ്, പിന്നെ വന്നേക്കുന്നത് നമ്മുടെ സബ്ജക്റ്റ്, പിന്നെ വന്നേക്കുന്ന വെർബ്, പിന്നെ ഇറ്റ് ഇസ് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, ഇത് കണ്ടോ, ഷീ ആയതുകൊണ്ടാണ് ഞാൻ ഡസ് ചേർത്ത്. ഇവിടെ ദേ വന്നതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡു ആണ്. ഡു ദേ. ഓക്കെ, ഡു ദേ കം ഇൻ ടൈം. ഓക്കെ, നമുക്കൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അതായത് ഡസ് ഷീ ലൈക്ക് മ്യൂസിക് എന്നുള്ളതാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഷീ ലൈക്സ് എന്നല്ലേ പറഞ്ഞത്. അപ്പം അതിവിടെ വയലേറ്റ് ചെയ്തിരിക്കുകയല്ലേ. കാരണം നമുക്ക് ഇതൊരു സ്പെഷ്യൽ കേസാണ്. നമ്മൾ ഡസ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എസ് ചേർത്താൽ മതി കേട്ടോ. ഡസ് യൂസ് ചെയ്യുമ്പോൾ ഡസ് ഷീ ലൈക്കാണ്, അവിടെ നമ്മൾ ലൈക്സ് എന്ന് പറയില്ല കേട്ടോ. ഇവിടെ ഓൾറെഡി ഇവിടെയാണ് നമ്മളൊരു എസ് ചേർക്കുന്നത്. അപ്പോൾ ഡസ് ഷീ ലൈക്ക് മ്യൂസിക്. ഓക്കെ, ഡു ദേ കം ഇൻ ടൈം.
ഓക്കെ, അതായത് ഐ ഡാഷ്, അതായത് ഈറ്റ് ആവാം, ഈറ്റ്സ് ആവാം. ഓക്കെ, അതെന്താണെന്നുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഈ 3 എണ്ണവും നിങ്ങൾ ഫില്ല് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് എനിക്ക് കമൻ്റായിട്ട് ഇട്ടേക്കണം. അങ്ങനെ ഇടുകയാണെങ്കിൽ ആരുടെയാണോ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് അവരുടെ പേര് കൊടുത്തിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.